ഈ പുഴയും കടന്ന് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയുടെ നിശ്ചയം ഉറപ്പിക്കുകയാണ് കേട്ടോ. നിശ്ചയ ദിവസം ചെറുക്കന് കുട്ടിരുമെത്തുകയാണ്. കൂടെ ജയപാലനും ഫാമിലിയുമുണ്ട്. ശാരദ ഗംഗയെ വിളിക്കാൻ ചെന്നപ്പോൾ ഗംഗയെ സാധാരണ രീതിയിൽ തന്നെയാണ് കേട്ടോ ഒരുക്കിയിരിക്കുന്നത്. എന്താടി ഇത്, ഇവളുടെ നിശ്ചയമല്ലേ, ഇതെന്താ നന്നായിട്ട് ഒരുങ്ങാത്തത്? ഓ, ഇതൊക്കെ മതി, ആ കിളവൻ കാണാനല്ലേ എന്ന് ദേഷ്യത്തോടെ കാവേരി പറയുകയാണ് കേട്ടോ. എടി ജയബാലൻ ചേട്ടൻ നല്ല കാര്യമല്ലേ കൊണ്ടുവരൂ, നല്ല ആളുകളാണ് ഇവളെ അവർ പൊന്നുപോലെ നോക്കുമെന്നാണ് ഇപ്പോൾ ജയബാലൻ ചേട്ടൻ്റെ ഭാര്യയും പറഞ്ഞത്. നിങ്ങളുടെ സന്തോഷമല്ലേ അമ്മയ്ക്ക് വേണ്ടത്? അമ്മേ, ചേച്ചിക്ക് കല്യാണത്തിന് സന്തോഷമുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അമ്മ വേദനിക്കേണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ചേച്ചി മിണ്ടാതിരിക്കുന്നത്. കാവേരി, നീയൊന്നും മിണ്ടാതിരിക്കെ, എന്തിനാ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് ഗംഗ പറയുകയാണ്. അപ്പോൾ ജയബാലൻ ശാരദയെ വിളിക്കുമ്പോൾ ശാരദ അങ്ങോട്ട് ചെല്ലുകയാണ്. അമ്മ പോയി കഴിയുമ്പോൾ ഗംഗ 3 പേരോടുമായി പറയും, ദേ അമ്മ നിശ്ചയിച്ച് കല്യാണം നടക്കും, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ആ പാവം ഇങ്ങനെ കിടന്നോടുന്നത്, ഇനി ആരും ഒന്നും അമ്മയെ പറയരുത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും തലയാട്ടുകയാണ് കേട്ടോ. ഓക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് വിനീതും കൂടെ നവീനുമായിട്ട് അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ. നിശ്ചയം നടക്കാനിരുമ്പോഴാണ് അച്ഛ എന്ന് വിളിച്ച് ഒരു കുട്ടി ചെറുക്കൻ്റെ മടിയിലേക്ക് ചെന്നിരിക്കുന്നത്. അച്ഛ ഫോണിതാ എന്ന് ആ കുട്ടി അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് ആ കൊച്ചിന് ഫോൺ എടുത്ത് കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് ശാരദയും മക്കളും നെട്ടി നിൽക്കുകയാണ് കേട്ടോ. അല്ല, ഈ കുട്ടി ഏതാ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ ചെറുക്കൻ്റെ അമ്മ പറയും, അത് അവൻ്റെ മോനാണ്. എന്താ ജയബാലയിട്ട് കേൾക്കുന്നത്? മകനുണ്ടെന്നോ? അത് ശാരദേ, ഞാൻ പറയാൻ വിട്ടുപോയതാ. എന്താ ഈ പറയുന്നത്? വിട്ടുപോയെന്നോ? ഇതെന്താ കുട്ടിക്കളിയാണോ ജയബാലേട്ട? അത് ശാരദേ, ചെറുക്കൻ ഒന്ന് കെട്ടിയതാ, അതിലൊരു കുട്ടിയുമുണ്ട്. അസുഖം വന്ന് ഭാര്യ മരിച്ചു പോയതാ. പിന്നെന്താ ജയബാലേട്ടൻ ഇത് ആദ്യം പറയാതിരുന്നത്? അപ്പോൾ ചെറുക്കൻ്റെ അച്ഛൻ ചോദിക്കും, അതെന്താ ജയബാല ഇത് ഇവരോട് പറയാതിരുന്നത്? നിങ്ങൾ പറഞ്ഞെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത്? ഇതെല്ലാം കേട്ട് കാവേരി കാലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നവീൻ പറയും, അങ്കിൾ ഇതൊട്ടും ശരിയായില്ല. എടാ നീ മിണ്ടാതിരുന്നു, നിനക്കെന്താ ഇവിടെ കാര്യം? എന്നാലും അങ്കിളെ ഈ കാണിച്ചത് ശരിയായില്ല എന്ന് നവീൻ തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. ജയബാലേട്ട, ഇത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് ശാരദ പറയുകയാണ്. ശാരദ, നീ എന്തേ പറയുന്നത്? നിശ്ചയത്തിന് അവരെയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇത് നടക്കില്ലെന്നോ? അതെ ജയബാലേട്ട, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഞാനിത് വേണ്ടെന്ന് പറയുമായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മേ ഇയാളെ വിശ്വസിക്കരുതെന്ന്. കാവേരി പറയുകയാണ് കേട്ടോ. കാവേരി, നീ മിണ്ടാതിരിക്കേ, ഗംഗയും വിളിച്ച് അകത്തോട്ട് പോ. ഇത് കേട്ട് ചെറുക്കൻ്റെ അമ്മ പറയും, കൊള്ളാം, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാരോട് ഇനി എന്ത് പറയും? ഇന്ന് നിശ്ചയമാണെന്ന് പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്. ഇനി ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നാണക്കേടല്ലേ? എനിക്കറിയില്ലായിരുന്നു അമ്മേ, നിങ്ങളുടെ മകൻ ഇതിനു മുമ്പ് കെട്ടിയതാണെന്നും അതിലൊരു കൊച്ചുണ്ടെന്നും എന്ന് ശാരദ പറയുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചത് ജയബാലേട്ടൻ കാരണമാണ്. എന്താ ജയബാല ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? ഇല്ല, ഇത് നടക്കും, നിങ്ങൾ ശാന്തരായിട്ടിരിക്കെ, ഞാൻ ശാരദയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ശാരദയെ മാറ്റി നിർത്തി ജയബാലനും ഭാര്യയും സംസാരിക്കുകയാണ് കേട്ടോ. ശാരദേ, അവർ നല്ല കുടുംബക്കാരാണ്. അതുമാത്രമല്ല ഇട്ടുമൂടാൻ എത്രയും പൊന്നും പണവുമുണ്ട് അവർക്ക്. നിന്റെ മോളെ പൊന്നുപോലെ അവർ നോക്കിക്കോളും എന്ന് ജയബാലൻ്റെ ഭാര്യ പറയുകയാണ്. ചേച്ചി, നിങ്ങളുടെ മകളാണ് ഗംഗയുടെ സ്ഥാനത്തെങ്കിലും നിങ്ങൾ നടത്തുമോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ, അതിന് എൻ്റെ മോളുടെ കാര്യം നടത്താൻ ഈ മനുഷ്യനില്ലേ? നിനക്ക് അങ്ങനെയല്ലല്ലോ, പണം വേണ്ടേ ശാരദേ? അതില്ലാതെ എങ്ങനെയാ നീ മറ്റു കുട്ടികളുടെ കാര്യം നടത്തുന്നത്? അതെ ശാരദേ, അവൻ അനിയത്തിമാരുടെ കല്യാണമൊക്കെ ഭംഗിയായി നടത്തിക്കൊള്ളും. ഞാനതാ ഗംഗയ്ക്ക് വേണ്ടി ഈ കാര്യം ആലോചിച്ചത്. വേണ്ട ജയബാലേട്ട, ഒരു കാരണവശാലും ഈ 2ാം കെട്ടുകാരനെ എൻ്റെ മോൾക്ക് വേണ്ട. ശാരദേ, 2 നിശ്ചയം നടന്ന പെണ്ണിനെ ഇനി ആര് കിട്ടുമെന്നാ? ഇതിപ്പോൾ മുടങ്ങാൻ കാരണം ജയബാലേട്ടൻ കാരണമല്ലേ? ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ നിശ്ചയം നടക്കില്ലായിരുന്നു. ഈ ശാരദയെ ഇവനൊന്ന് കെട്ടിയതാണെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ശാരദയ്ക്ക് അതറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ജയബാലൻ്റെ ഭാര്യ പറയുകയാണ്. എന്തായാലും ഇത് വേണ്ട ജയബാലേട്ടൻ, ശരിയാവില്ല, ഇത് നടക്കില്ല. ജയബാലേട്ടൻ അവരെ വിളിച്ചുകൊണ്ട് പോകും. ഇല്ല ശാരദേ, ഇത് നടന്നേ തീരൂ, ഞാനിത് നടത്തും എന്ന് ജയബാലൻ പറയുകയാണ് കേട്ടോ. ശാരദ വേഗം മക്കളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കും, എന്താ അമ്മേ, അമ്മ നിശ്ചയം നടത്താൻ പോവുകയാണോ? അമ്മേ, അമ്മയ്ക്ക് ഞങ്ങളൊരു ഭാരമാവുകയാണെങ്കിൽ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്, ഇതിലും ഭേദം അതാണ്. ചേച്ചി ഒന്നും മിണ്ടില്ലെന്ന് വെച്ച് അമ്മ ഇത് നടത്താൻ പോവുകയാണോ? അപ്പോൾ ഗംഗ പറയും, അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. എന്താടി നീ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ നീ അമ്മയ്ക്ക് വേണ്ടിയാണോ ഇതെല്ലാം സമ്മതിച്ചത് എന്ന് പറഞ്ഞിട്ട് ശാരദ കരയുകയാണ് കേട്ടോ. ഇല്ല, എൻ്റെ മക്കളെ പട്ടിണിക്കിടേണ്ടി വന്നാലും ഈ കാര്യം ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞ് ശാരദ വിനീതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് വിനീതിനോട് പറയും, മോനെ നിനക്ക് ഗംഗയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എന്നിട്ടും നീ ഈ വന്ന ആലോചനയ്ക്കും ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവൻ 2ാം കെട്ടുകാരനാണ്. നിനക്ക് ഗംഗയെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് നവീന് സന്തോഷമാവുകയാണ് കേട്ടോ. എന്നാൽ ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ് കേട്ടോ വിനീത്.
പാവം എന്തു പറയണമെന്നറിയാതെ അവൻ നിൽക്കുകയാണ്. താൻ ഇത്രയും നാൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ അമ്മായി ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ശാരദ അവൻ്റെ കാലിലേക്ക് വീഴാനൊരുങ്ങുകയാണ്. അവൻ പെട്ടെന്ന് ശാരദയെ പിടിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അമ്മായി പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് തന്നെയായാലും ഞാനത് കേൾക്കും. ശാരദ വേഗം അവനെയും കൊണ്ട് ചെറുക്കൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇത് നടക്കില്ല, നിങ്ങൾക്ക് പോകാം എന്ന് പറയുകയാണ്. ജയബാല, ഇത് ശരിയല്ല. ഞങ്ങളെ നാണം കെടുത്താനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇല്ല, എന്തൊക്കെ വന്നാലും ഈ നിശ്ചയം ഞാൻ നടത്തിയിട്ടേ പോകൂ. നിങ്ങളൊന്ന് സമാധാനിക്കുക എന്ന് പറയുകയാണ് ജയബാലൻ. ഇല്ല ജയബാലേട്ട, ഇത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ശാരദ, നീ എന്തീ പറയണേ? 2 നിശ്ചയം നടത്തിയ ഇവളെ ആര് കെട്ടുമെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ഗംഗമോളെ ഇനി ഇവൻ കെട്ടും. വിനീതിനെ ചൂണ്ടിക്കാട്ടി ശാരദ പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് ആകെ ചമ്മി നാറി നിൽക്കുകയാണ് ജയബാലൻ. വാച്ച, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ചെറുക്കൻ അവരെ എല്ലാം വിളിച്ചു പോവുകയാണ്. ജയബാലൻ വിനീതിനെ നവീനെയും ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് സുജാതയെ വിളിച്ചിട്ട് മുത്തശ്ശി നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അതങ്ങനെയല്ലേ വരൂ എൻ്റെ മോനെ, അതിനു മാത്രം അവൾ വിഷമിപ്പിച്ചിട്ടുണ്ട്. നന്നായതേ ഉള്ളൂ, അവൾക്ക് അങ്ങനെ തന്നെ കിട്ടണം. അല്ലെങ്കിലും ഇനി അവളെ ആര് കെട്ടാനാ? അതല്ലടി, ഗംഗമോളെ വിനീത് കെട്ടാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഓ അത് ശരി, ഇത് ആരോട് ചോദിച്ചിട്ട് തീരുമാനിച്ച്? എൻ്റെ മോനെ ഒരിക്കൽ അവൾ ആട്ടിയിറക്കിയതല്ലേ, ഇപ്പോൾ ആരുമില്ലാതെ വന്നപ്പോൾ അവനെ വേണം. ഇല്ലമ്മേ, എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഇതിനടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇതും പറഞ്ഞ് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരുന്ന സുജാത പച്ചക്കറികളെല്ലാം അവിടെ വെച്ചിട്ട് ശാരദയുടെ വീട്ടിലേക്ക് ഓടുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സീരിയൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടറിൻ്റെ പേര് കമൻറ്റ് ചെയ്യും. ഇനി വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾ അറിയാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.